വീട്ടിലെത്തി കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ ട്രെയിനിൽ കയറി. എന്നിട്ട് ഒരു 2:30 ആയപ്പം ചെങ്കോട്ട സ്റ്റേഷനിലെത്തി. പക്ഷെ നമ്മുടെ കയ്യിൽ വണ്ടി ഇല്ലായിരുന്നു. പിന്നെ അതുമല്ല ഇവിടെ സെക്യൂരിറ്റി വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പം പിന്നെ നമ്മൾ രാവിലെയാണ് കേട്ടോ, ഒരു 6 മണിക്കാണ് വീട്ടിലെത്തിയത്. പിന്നെ വേറൊരു കാര്യം, ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ ബസ്സിൽ വരാമെന്നായിരുന്നു നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ സച്ചുവിൽ നിന്ന് രാവിലെ ഡ്യൂട്ടിക്ക് തന്നായിരുന്നു 8 മണിക്ക്. അതുകൊണ്ട് പിന്നെ ട്രെയിനിൽ വരാമെന്ന് വിചാരിച്ച് അങ്ങനെ സീറ്റൊന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അങ്ങനെ ട്രെയിനിൽ കയറിയപ്പോൾ സീറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇരിക്കാനുള്ളതുണ്ടായിരുന്നു. സച്ചുവിന് കിടക്കാൻ പറ്റിയ കേട്ടോ. ഒരു സീറ്റ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞ സച്ചു കിടന്നു. കാരണം സച്ചുവിനാണല്ലോ രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടത്. നമുക്ക് പിന്നെ വീട്ടിൽ കിടന്നാലും ഉറങ്ങാമല്ലോ. അങ്ങനെ സച്ചു ഉറങ്ങി. പിന്നെ ഞാൻ 1 മണിക്കൂർ കിക്കിയുടെ മടിയിൽ കിടന്നുറങ്ങി. കിക്ക് ബാക്കി സമയത്ത് എൻ്റെ മടിയിൽ കിടന്നുറങ്ങി. അങ്ങനെയൊക്കെ നമ്മൾ ചെങ്കോട്ട എത്തി. ഒരു 2:30-ക്ക് എത്തി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ 6 മണിക്കാണ് എത്തിയേ. 2:30 തൊട്ട് ഒരു 5:30 വരെ നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയും പിന്നെ പുറത്ത് പോയിട്ട് വെച്ചു. ഗുണ്ടുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഗുണ്ടല്ല, ഇവിടെ പാൽബണ്ണ് കിട്ടും. അതിൻ്റെ പഞ്ചസാര പുറത്തിടാത്ത ആ ഒരു ടേസ്റ്റുള്ള, പക്ഷെ നല്ലതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇവിടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം സമയം എത്രയാണെന്നറിയോ? 12 മണിയായി കേട്ടോ. എനിക്ക് വിശന്നിൻ്റെ കുടൽ കഴിയുന്ന അവസ്ഥയാണ്. അപ്പം ഞാൻ പോയിട്ട് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം. അതിനുള്ള സാധനം പോയി വാങ്ങിക്കൊണ്ട് വരട്ടെ. സച്ചു രാവിലെ 8 മണിക്ക് പോയി കേട്ടോ. അപ്പം സച്ചു ഇന്ന് രാവിലെ ഉച്ചയ്ക്കൊക്കെ പുറത്തുനിന്ന് കഴിച്ചോളും. ഞാൻ വിചാരിക്കുന്നത് ചിക്കൻ വാങ്ങിക്കാം. ചിക്കൻ വാങ്ങിച്ചാൽ ഇപ്പോഴും നമുക്ക് ചപ്പാത്തിയും ചിക്കനും ആക്കാം, രാത്രിയും ചപ്പാത്തിയും ചിക്കനും ആക്കാം. അങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇനി ഞാൻ എപ്പോഴാണ് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് രാമചന്ദ്രൻ്റെ ഒരു ചായ കുടിക്കാം. അതായിരിക്കും എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. കാരണം ഇവിടെ കടകളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഫുഡൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ ഉണ്ടാക്കി കഴിക്കാമെന്ന്. അപ്പം നമുക്ക് വേഗം പോയിട്ട് സാധനമൊക്കെ വാങ്ങിയിട്ട് വരാം. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ വാങ്ങിയിട്ട് രാമേന്ദ്രനിൽ വന്ന് അവിടെ നിന്നൊരു കേക്കും മിൻറ്റ് ലൈമാണ് കേട്ടോ കുടിച്ചേ. ചായ കുടിക്കാനായിട്ട് അന്നേരം എനിക്ക് തോന്നിയില്ല. നമ്മൾ കടയിൽ പോയിട്ട് വന്നു കേട്ടോ. 12:30 കഴിഞ്ഞ സമയം. ഇപ്പം തന്നെ എനിക്ക് കുറച്ച് ചീനി കിട്ടി. അപ്പോൾ ഞാൻ ചിക്കൻ വാങ്ങിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്നല്ലേ വിചാരിച്ചത്. അപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് സാധനം എടുത്തുകൊണ്ട്. അപ്പോൾ അവൻ ചീനി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞാൽ അന്നേ ചീനിയും ചോറും കൂടെ ആക്ക്, ചിക്കനും ചീനിയും ചോറും കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ചോറ് വെച്ചാൽ ഇങ്ങനെ 2 മണിക്കൂർ എടുക്കും. അപ്പോൾ തന്നെ എനിക്ക് വിശക്കും. ഞാൻ ഒരു നാരങ്ങാവെള്ളവും ഒരു കേക്കും കഴിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ വിശപ്പ് ഒന്ന് കുറഞ്ഞ്, എന്നാലും ചോറാവുന്നവരെ നിൽക്കാനുള്ള ക്ഷമയില്ല. അപ്പോൾ എന്ത് വേണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുവാണ്. ചീനി നാളെ എടുത്താൽ മതിയോ എന്നിങ്ങനെ. എത്രയാണ് ചീനിക്ക്? 1 കിലോ 40 രൂപ. 56 രൂപയ്ക്ക് മേടിച്ചു. 1 കിലോയും 400 ഗ്രാമും ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും വാങ്ങി. അപ്പോൾ ചിലപ്പം നാളെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. കറണ്ട് പോയിടാം. അപ്പോൾ ഞാൻ ഇനി കുക്ക് ചെയ്യുന്നതൊന്നും കറണ്ട് വന്നിട്ടൊക്കെ ചെയ്യാൻ നിന്നാൽ ശരിയാകത്തില്ല. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ചിക്കൻ കറി കുക്കറിലങ്ങ് വെച്ചാലോ. ആദ്യം ഞാൻ ഇങ്ങനെ വഴറ്റിയൊക്കെ വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വെച്ചാൽ കുക്കറിലങ്ങ് വെക്കാൻ വേഗം ആക്കാമല്ലോ. എന്നിട്ട് ചപ്പാത്തിയും കൂടെ ആക്കാം. അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പം വേഗം പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് വിശക്കും. കിക്കിമോൾ എണീറ്റ് കേട്ടോ. ഞാനിവിടെ കൂൾഡ് ബൂസ്റ്റ് അല്ല, അവളുടെ ബോൺവിറ്റയും കുറച്ച് പഞ്ചസാരയും പാലും ഒക്കെ ഇങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ കൂൾഡ് ബൂസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയതാട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഇച്ചിരി കുടിക്കും. എന്നിട്ട് ഞാനിവിടെ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കറണ്ട് വന്ന് കുക്കറിൽ വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ സമയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വഴറ്റിയിട്ട് വെക്കാമെന്ന്. അങ്ങനെ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ വഴറ്റി പൊടിയൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോ എടുത്തുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാമല്ലോ. അപ്പോൾ പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിതുകൊണ്ടൊന്ന് കൊടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ചീനി ആക്കാം. അരി ഞാൻ അടപ്പത്തിട്ട്. അപ്പം ചപ്പാത്തിയുടെ പ്ലാൻ നമ്മൾ മാറ്റി. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വേഗം ചീനി ആക്കിയിട്ട് നമുക്ക് കഴിക്കാം. കിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഞാൻ പാൽ കൊണ്ട് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വെച്ചാൽ ഓർഡർ ചെയ്തേ. ഇന്ന് വരുന്ന രീതിയിലാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ. ഇത് നമുക്ക് അകത്തോട്ടെടുത്ത് വെക്കാം. അല്ലെ പുറത്ത് വെച്ച് തന്നെ ചെയ്യാം അല്ലേ. എന്തായാലും ഞാൻ പോയി ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വയ്ക്കാം. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് നിന്ന് കുക്ക് ചെയ്യാണ് കേട്ടോ. വിശപ്പ് കുറച്ചൊന്ന് അടങ്ങി, കുഴപ്പമില്ല. എന്നാലും എനിക്ക് വീഡിയോ എടുത്ത് കാണിച്ചും കൊണ്ട് കുക്ക് ചെയ്യാനുള്ള ക്ഷമയില്ല. അപ്പം നമ്മുടെ ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ പോയിട്ട് ഫുഡ് ഉണ്ടാക്കട്ടെ. കിക്കിക്കും വിശക്കുന്ന. കിക്കി എണീറ്റോടെ ഇപ്പോൾ 1:30 ആവുന്ന സമയം. അപ്പോൾ വേഗം പോയിട്ട് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തീർത്ത് പിന്നെ വൈകുന്നേരത്ത് നമുക്ക് കുറച്ച് വേണ്ട മൊത്തം ജലജലിരിക്കുക, കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടെ നല്ല വെയിലുണ്ടോ? നാട്ടിൽ കണ്ട വെയിൽ കാണാൻ പറ്റുമോ? നാട്ടിൽ നല്ല പൊരി മഴയൊക്കെ ആയിട്ട് വന്നിട്ട്, പൊരി വെയിലെന്നല്ലേ പറഞ്ഞത്, പെരുമഴയൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ വന്നപ്പോൾ നല്ല
വെയിൽ. അപ്പോൾ തുണി കുതിർത്ത് വെച്ചിട്ടുണ്ട്, അത് കഴുകിയിടണം. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫുഡിൻ്റെ കാര്യം തീർക്കാം. വിശപ്പാണല്ലോ പ്രധാനം. അപ്പോൾ ഞാൻ പോയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് വരാം. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഫുഡ് കഴിക്കാൻ നേരത്ത് കാണാമെന്ന് പറഞ്ഞു, പക്ഷേ അതുവരെയുള്ള ക്ഷമയില്ലായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ചീനി വെന്തോണ്ടിരിക്കുമ്പം നമ്മളിങ്ങനെ കഴിക്കത്തില്ലേ, പണ്ടിങ്ങനെ ഊറ്റിയിട്ട് കഴിക്കുന്നെന്ന് പറയുന്നത് തേങ്ങാക്കൊത്തൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ തൻ്റെ ചീനി ആവുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഞങ്ങളിങ്ങനെ എടുത്ത് ഞാൻ കിക്കിയുടെ കഴിക്കുക കേട്ടോ. അപ്പോൾ വെന്ത് ഇനി നമ്മൾ അരപ്പ് വരട്ടി എടുക്കും. ഞാൻ നല്ല സാധാരണ മഞ്ഞപ്പൊടി ഉപ്പിട്ട് എടുക്കുക ചെയ്യുന്നത്, പക്ഷേ ഇന്ന് കുറച്ച് തേങ്ങയൊക്കെ അരച്ച് ചെയ്യത്തില്ലേ, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ എൻ്റെ ഇടയിലൂടെ. എനിക്ക് പണ്ടാണെങ്കിൽ ഈ ചീനി ചക്ക അങ്ങനെ അവിയലൊന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഇപ്പം അവിയലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചീനിയും ചക്കയൊക്കെ ആയാലും ഞാൻ കഴിക്കും, കാരണം എപ്പോഴും കഴിക്കുന്നില്ലല്ലോ. നമ്മൾ പ്രായം കൂടി വരുന്നതോറും നമുക്ക് പണ്ട് ഇഷ്ടമില്ലാതിരുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമായി തുടങ്ങും. ഞാൻ വീട് ചീനി ഉണ്ടാക്കുമ്പോൾ പണ്ട് ഇതുപോലെ ഊറ്റിയിട്ട് വാങ്ങിക്കും, അല്ലാതെ മഞ്ഞ വരട്ടിയത് കഴിക്കത്തേ ഇല്ലായിരുന്നു. അപ്പം ഇത് കുറച്ച് കഴിക്കട്ടെ. നമ്മുടെ ചീനിയും ചിക്കൻ കറിയും റെഡിയായി. ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ. സാധാരണ ഞാനിങ്ങനെ ചീനിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കുഴഞ്ഞു പോവുകയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ്റാറുള്ളതാണ്, പക്ഷേ ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് വന്ന്. അപ്പം നമ്മൾ കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനും കിക്കുമോളൂടെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് തന്നെ ചീനി കഴിക്കാനായിട്ട് പോവാണ്. നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ. നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരുമ്പോൾ ഇങ്ങനെ പുട്ടുപോലെ പൊടിഞ്ഞു വരും എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ വന്ന്. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകാറാണ് പതിവ്. എനിക്ക് വെറുതെ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് ഉണ്ടാകുന്നതിനേക്കാളും ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് കഴിക്കട്ടെ. കുറച്ച് മഴയും കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു, പക്ഷെ മഴയില്ല, കോള് വരുന്നുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടും കുറച്ച് നേരം കൂടി ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് കിടന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് എണീറ്റ് വന്നിട്ട് ദാണ്ടേ നമ്മുടെ തുണിയൊക്കെ ഉണക്കാനായിട്ടിരുന്ന ഈ ഒരു റാക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടേ ഉള്ളായിരുന്നില്ലേ, ഇതായിരുന്നു സംഭവം. ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതായിരിക്കും. ഞാനിത് ഇപ്പോഴാണ് വാങ്ങിക്കുന്നത്. ചുമ്മാതെ വാങ്ങിച്ചതിൻ്റെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്. പാക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ ഈ മടക്ക് ടേബിൾ ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെയും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി കേട്ടോ. പിന്നെ ഇതിങ്ങനെ പൊക്കിയിട്ട് കണ്ടോ, ഇതിങ്ങനെ പൊക്കിയും മടക്കിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെയാണ് എനിക്കിതിൻ്റെ ഐഡിയ മനസ്സിലായത്. ഈ ഒരു സംഭവം ഞാൻ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി കേട്ടോ. പക്ഷേ എങ്കിൽ നമ്മുടെ മടക്ക് ടേബിളിൻ്റെ ഇങ്ങനെയല്ല, രണ്ട് സൈഡിലും ഇങ്ങനെ കണക്ട് ചെയ്തിട്ടായിരിക്കും. ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളൂ, ഒരു സൈഡ് ഇങ്ങനെ ഉണ്ടോ വലിച്ച് അങ്ങനെ കൊണ്ടുവന്ന രീതിയിൽ ഇങ്ങനെ കേട്ടോ. നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ തിരിച്ച് മടക്കിയിട്ട് ഏതെങ്കിലും ഒരു കോർണറിൽ കൊണ്ടുവന്ന് വെക്കാം. അപ്പോൾ നല്ല സംഭവമാണ്. എനിക്കാണെങ്കിൽ ഇത് ഈ വീട്ടിൽ വന്നിട്ട് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ ഞാനിങ്ങനെ കഴിഞ്ഞ വർഷമൊക്കെ ഈ മഴയത്തൊക്കെ തുണി ഉണക്കാനായിട്ട് കുറേ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടെ വലുതായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ എങ്കിൽ നല്ലതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രയും ഉണ്ട്, കുറേ തുണികൾ ഇതിനകത്ത് വിരിച്ചിടാനായിട്ട് പറ്റും. നമ്മൾ ഇതിനു മുമ്പ് താമസിക്കുന്ന വീടുകളിലൊക്കെ നമുക്ക് അകത്ത് തന്നെ തുണി വിരിക്കാനായിട്ട് കുറച്ച് സ്പേസ് കാണും, എല്ലായിടത്തും മഴ നനയാതെ. പക്ഷേ എങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പുറത്ത് വിരിക്കും, പിന്നെ അകത്ത് ഞാൻ അശ കെട്ടിയിട്ട് കൊണ്ടുവന്ന് വിരിക്കും. എനിക്കാണെങ്കിൽ ഈ അശ കെട്ടിയിട്ട് തുണി ഇങ്ങനെ തൂക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അങ്ങനെ എന്നാലും ഉണങ്ങി കിട്ടണ്ടേ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതെന്താ വാങ്ങിക്കാഞ്ഞെന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ. ഇപ്രാവശ്യം അനിയത്തി വന്നിട്ട് പോയ ആ സമയത്ത് മഴ ഉണ്ടായിരുന്നല്ലോ, അവൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് നീ എന്താ ഈ ആവശ്യമുള്ള സാധനം ഒന്നും വാങ്ങിച്ച് വെക്കാത്തതെന്ന് ചോദിച്ചിട്ട് വഴക്ക് പറഞ്ഞപ്പോഴാണ് ഈ സംഭവം നമുക്ക് ആവശ്യമുള്ളതാണല്ലോ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയത്. പിന്നെ ഞാനത് റൂമിൽ നിന്ന് എടുത്ത് പുറത്ത് കൊണ്ടുവച്ചു, കാരണം റൂമിൽ കുറച്ചധികം സ്പേസ് പോകുന്നതുകൊണ്ട് പുറത്താകുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ. ഇവിടെ അങ്ങനെ വന്നിരിക്കാറേ ഇല്ല. ആരെങ്കിലുമൊക്കെ വരുമ്പോഴായിരിക്കും സിറ്റ് ഔട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ തുണി പുറത്ത് കൊണ്ടിരുന്നോട്ടെ, അത്യാവശ്യം വെയിൽ വരുമ്പോൾ പുറത്തോട്ട് എടുത്തുകൊണ്ട് വെക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് താണ്ട് എങ്ങനെയാണ് കൊണ്ടുവന്ന് അകത്തോട്ട് വെക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇവിടെ വെച്ച് കേട്ടോ. നമുക്ക് യൂസ് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വിരിച്ച് തന്നെ വെക്കണമെന്നില്ല, ഇങ്ങനെ താണ്ടേ ആക്കി കുറച്ച് സ്പേസ് മതിയല്ലോ എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഒരു കോർണറിലോട്ട് വെക്കുകയും ചെയ്യാം. ഞാൻ എന്തായാലും ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നനവോടെ കൊണ്ടുവരണ്ട, കുറച്ചൊന്ന് തോന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ടാൽ അവിടെ കിടന്ന് കാറ്റൊക്കെ അടിച്ച് ഉണങ്ങിക്കോളുമല്ലോ. പിന്നെ ആ സമയത്താണ് നമ്മൾ നേരത്തെ ചിലന്തി വലയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അതുമാത്രമല്ല വീടൊക്കെ ഒന്ന് തൂത്ത്, നമ്മൾ 5 ദിവസമാണെങ്കിലും പൊടിയൊക്കെ പിടിക്കുമല്ലോ നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേന്. അങ്ങനെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ക്ലീനിങ് കഴിഞ്ഞ് തുണി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും ഒന്ന് കഴുകി ഇട്ടിട്ട് പോയി കുളിച്ചിട്ടൊക്കെ വരാമെന്ന്. അങ്ങനെ വൈകുന്നേരത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ നടക്കുകയാണ്.
ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് തുണി ഞാൻ ദാ ഇവിടെയാണ് കേട്ടോ മഴയുള്ള സമയത്ത് ഇങ്ങോട്ട് വിരിച്ചിടും. എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ, കാരണം അത്രയും ഒരു സ്പേസിൽ മാത്രമേ ഉള്ളൂ വെള്ളം വീഴാത്തെ, അങ്ങോട്ടിടും. വെള്ളം തോർന്ന് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് അകത്തുകൊണ്ടുവന്ന് കസേരയിലോട്ടോ അല്ലെങ്കിൽ അശയൊക്കെ കെട്ടിയിട്ട് വെക്കുമായിരുന്നു പതിവ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ഈ ഒരു റാക്ക് വന്നതുകൊണ്ട് തന്നെ കുറച്ച് അഹങ്കാരവും നമുക്കിങ്ങനെ പുതിയ എന്തെങ്കിലും ഒരു സംഭവം കിട്ടുമ്പോഴൊക്കെ ഒരു സന്തോഷമല്ലേ, അത് കണക്ക് എനിക്കിന്ന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ തുണി കൊണ്ടുവന്ന് വിരിച്ചിടാനായിട്ട്. ഞാനാണെങ്കിൽ കുറച്ച് തുണി കഴുകി ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കുളിച്ചിട്ട് വന്നത്, കുറച്ച് എണ്ണയൊക്കെ തേച്ച്. കാരണം 3-4 ദിവസം കൊണ്ട് വീട്ടിലില്ലായിരുന്നു, ഷാമ്പൂവും കണ്ടീഷണറും ഒന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ലായിരുന്നേ. ഷാമ്പൂ മാത്രമേ വീട്ടിലുള്ളായിരുന്നു, അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു നാട്ടിൽ പോയപ്പോൾ. അപ്പോൾ തിരിച്ച് വന്ന് കുറച്ച് ഷാമ്പൂവും കണ്ടീഷണറും ഒക്കെ ഇട്ട് ഭയങ്കര അടിപൊളിയായിട്ടൊന്ന് കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേന് ഇതിൻ്റെയൊക്കെ വെള്ളം ഒന്ന് തോന്നു കിടന്ന്. വെള്ളത്തോടെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓർക്കാതെ ഇതിലേക്കൂടെ ഇറങ്ങി പോകുമ്പോഴെങ്ങാനും തെന്നി വീണാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ കുറച്ചൊന്ന് വെള്ളം തോരട്ടെ എന്ന് വിചാരിച്ചത്. എന്തായാലും മഴ നമ്മൾ തോന്നു നിൽക്കുന്ന സമയത്തായിരിക്കുമല്ലോ തുണി കഴുകിയിടുന്നത്. അപ്പോഴത്തേന് ആ സൈഡിൽ കിടന്നൊന്ന് വെള്ളം തോർന്ന് കിട്ടുമ്പോഴത്തേന് ഇങ്ങോട്ട് കൊണ്ടുവന്നിടാം. 1399 രൂപയായിരുന്നു കേട്ടോ അതിൻ്റെ പ്രൈസ്, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ദാണ്ടെ ഒരു ബക്കറ്റ് തുണി ഇട്ടിട്ടും ഇനിയും സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് തുണി ഇടാനായിട്ട്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ, എൻ്റെ ഒരുവിധം ജോലിയെല്ലാം ഒതുങ്ങി. ഇനി സച്ചുവിനെ പോയിട്ട് വിളിക്കണം, കാരണം നമ്മൾ രാവിലെ വരുന്ന സമയത്ത് അവിടുത്തെ വണ്ടി എടുത്തോണ്ടാണ് വന്നേ. വണ്ടി എടുത്തിട്ട് സച്ചു ആ വണ്ടിയിലാണ് പോയത്. അപ്പോൾ പിന്നെ ഞാനിനി പോയി വിളിക്കണം. അതൊരു 8 മണിയാകുമ്പോഴത്തേന് പോയി വിളിച്ചാൽ മതി. ഇപ്പോൾ സമയം 7 മണി ആയതേ ഉള്ളൂ. ഇനി എനിക്ക് കുറച്ച് നാളത്തേക്കൊക്കെയുള്ള കുറച്ച് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ എഴുതാനും അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം നമ്മളിപ്പം 5 ദിവസത്തേക്കാണെങ്കിലും 5 ദിവസമായാലും വീട്ടിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ എന്തോ വലിയൊരു ഗ്യാപ്പ് പോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ഉള്ളതുകൊണ്ട് വരും. അപ്പോൾ ഞാൻ പോയി ഇനി എൻ്റെ വീഡിയോയുടെ ഐഡിയാസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യട്ടെ. പിന്നെ ഇങ്ങനെ ഒരു കറക്റ്റ് മീൽ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ട് ഒരു 1 വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. നോക്കട്ടെ, ഇന്ന് രാത്രി ആലോചിച്ചിട്ട് പറയാം. എനിക്ക് എവിടെ പോയാലും തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊരു എനർജി വരുന്നത്. നമ്മുടെ പട്ടണത്തിൽ സുന്ദര സിനിമയുണ്ടല്ലോ, അതിനകത്ത് ദിലീപ് പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ നാട്, സൈക്കിള്, റേഷൻ കട എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കെൻ്റെ വീട്, അടുക്കള, ബാത്റൂം, എൻ്റെ കട്ടിൽ, അതൊക്കെ കാണുമ്പോഴാണ് ഒരു സന്തോഷം കിട്ടുന്നത്. ഒരാഴ്ചയൊക്കെ പോയി നിൽക്കാൻ ഇഷ്ടം. അത് കഴിയുമ്പോൾ എനിക്കിങ്ങനെ തിരിച്ചിനി വീട്ടിൽ വന്നാൽ മതി എന്ന് തോന്നും. പിന്നെ സുഖമാണ് നാട്ടിൽ പോയാൽ രാവിലെ എണീറ്റ് ചെല്ലുമ്പോൾ അമ്മ അവിടെ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും, ഫുഡെല്ലാം ഉണ്ട്, സമയത്തെടുത്ത് കഴിച്ചാൽ മതി. അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ഈ 8 കൊല്ലമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടായിരിക്കും എനിക്ക് തിരിച്ച് നമ്മൾ മാത്രമായിട്ട് നിൽക്കുന്ന ആ ഒരു വീടുണ്ടല്ലോ, അവിടെ എത്തുമ്പോഴാണ് ഒരു ഞാനാണല്ലോ ഇവിടുത്തെ ഒരു ഞാനാണല്ലോ എന്താ പറയുന്നത്, ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടായിരിക്കും എൻ്റെ ഒരു സ്പേസ് ഉണ്ടല്ലോ, എനിക്കിങ്ങനെ കുറച്ച് പ്രൈവസി, അതൊക്കെ എനിക്ക് എല്ലാവരോടുള്ള സന്തോഷമാണ്. എനിക്ക് പോലും ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു കഴിയുമ്പോൾ കുറച്ചിങ്ങനെ ആക്റ്റീവ് ആവും. നാട്ടിലും ആക്റ്റീവിന് കുറവൊന്നുമില്ല കേട്ടോ, നാട്ടിൽ സുഖമാണ്. എന്നാലും എനിക്ക് ഇവിടെയാണ് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ ഇനിയിപ്പോൾ കിക്കിയുടെ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, ഇടയ്ക്കിടയ്ക്ക് യാത്രകളും കാര്യങ്ങളൊന്നും കാണത്തില്ല. അതുകൊണ്ട് കുറേ വീഡിയോ ഐഡിയാസൊക്കെ എഴുതി വെച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഒക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ കിക്കി സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ ലഞ്ച് കൊടുത്ത് വിടുന്നതൊക്കെ തന്നെയാണ് ഒരു മെനക്കേട്. അപ്പം അതൊക്കെ കുറേ ഐഡിയാസൊക്കെ കണ്ടുപിടിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. എന്തായാലും ഞാൻ പോയിട്ട് നാളത്തേക്കുള്ള എൻ്റെ പ്ലാനൊന്നാക്കട്ടെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, മീൻ കിട്ടുവാണെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള കാര്യം അങ്ങനെ അങ്ങ് പോകും. പക്ഷെ മീൻ കിട്ടാത്തത് കൊണ്ട് ഉച്ചക്കത്തതും രാത്രിത്തതും ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. രാവിലെ ഞാൻ വന്ന് സംസാരിച്ചിട്ട് പിന്നെ ഇപ്പോഴായിരിക്കും വരുന്നില്ലേ, അപ്പുറത്തൊരു അമ്പലത്തിൽ എന്താണെന്ന് തോന്നി ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടേക്കുന്നതാണ്, ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനേ. അപ്പോൾ ഇങ്ങനൊരു കുട്ടി വീഡിയോ ആയിരുന്നായിരിക്കാം, എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേ അറിയാൻ പറ്റൂ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.